ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങി, ഞാൻ കരയാൻ തുടങ്ങി, എനിക്ക് സെക്ഷൽ ഡിസീസൊക്കെ വന്നു തുടങ്ങി, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസൊക്കെ വന്നു തുടങ്ങി എൻ്റെ ബോഡിയിൽ. അപ്പം അത് ട്രീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി. അങ്ങനെയാണ് എനിക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു സ്കൂള്. അപ്പം ഇത് തുറന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അമ്മ എപ്പോഴും പറഞ്ഞു സൂക്ഷിക്കണം, നീ തന്നെയാണ് നിന്നെ സൂക്ഷിക്കേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു അമ്മയോടുള്ളൊരു കോൺവെർസേഷനായിരുന്നു കുറച്ചും കൂടിയും ആശ്വാസം ഉണ്ടായിരുന്നത്. വേറെ ആരും ഇല്ലല്ലോ അങ്ങനെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ തിരിച്ചറിയാൻ പറ്റുന്ന, ഇപ്പം ഇന്നത്തെ പോലെ ടെക്നോളജി ഇല്ല, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇമെയിൽ, ഗൂഗിൾ ഒന്നുമില്ല. എൻ്റെ പാഠപുസ്തകത്തിൽ എന്നെ പറഞ്ഞു തരാൻ ആരുമില്ല, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ടീച്ചേഴ്സ് ഇല്ല, എൻ്റെ സുഹൃത്തുക്കളില്ല, മീഡിയ ഇല്ല, ഒന്നുമില്ല. അപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഒറ്റപ്പെട്ട ഒരു ഞാൻ മാത്രമല്ല, എൻ്റെ സമൂഹം മുഴുവൻ സമയം കാലഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടതായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇവിടുന്ന് ഒത്തിരി പേര് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ആരെങ്കിലും ചേർത്ത് പിടിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ വിചാരിക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി. ഇപ്പം എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എൻ്റെ വീടിനടുത്ത് തന്നെ എന്നെ പോലെ ഒരു ട്രാൻസ് സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് എൻ്റെ ആന്റിയുടെ വീടിന്റെ അവിടെ താമസിക്കാവുന്നത് ഇവര്. ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ സഹായിക്കും. ഞാൻ ഡിഷസ് ഒക്കെ വാഷ് ചെയ്യും, പൂക്കള് ഗാർഡനൊക്കെ നോക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ ഡിഷസൊക്കെ ഇപ്പോൾ വീടിന്റെ പുറത്ത് വാഷ് ചെയ്യുമ്പോൾ ഒരു അമ്മയും കൊച്ചും വരുന്ന. അപ്പം ആ അമ്മ എന്നോട് ചോദിച്ചു, കൊച്ച് അമ്മേനെയൊക്കെ സഹായിക്കോ, ഡിഷൊക്കെ വാഷ് ചെയ്യും? ഞാൻ അമ്മയെ സഹായിക്കോ. അപ്പൊ പറഞ്ഞു, ദേ ഇയാള് അതൊക്കെ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ആണോ? ആ സമയത്ത് ഈ ആൺകുട്ടികൾ ഈ വീട്ടുജോലി ചെയ്യുന്ന എന്തോ ഒരു അപകടമായിട്ടാണ് വീട്ടുകാരൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഇത് അവരുടെ കണ്ണിലെ ആൺകുട്ടികൾ എന്നുള്ളത്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഫെമിനിറ്റി തന്നെയാണ്. അപ്പൊ ആ കുട്ടീനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ആ കൊച്ചിന്റെ അമ്മ പറഞ്ഞ് നന്നായി ഡാൻസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും ഡാൻസ് ചെയ്യും. അങ്ങനെ ഒരു താമസമാക്കി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് നേരിടുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്, സിമിലർ ആണ്. ആ കൊച്ചിനെ ആരെങ്കിലും കളിയാക്കും, ഉപദ്രവിക്കാൻ ശ്രമിക്കും, എനിക്ക് അതുപോലെ. അപ്പൊ ഞങ്ങള് പരസ്പരം കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ തന്നെ ഷെയർ ചെയ്തോണ്ടിരുന്നത്. ആ ഒരു ആശ്വാസം എവിടേക്കും ഉണ്ടായിരുന്നു ആ ചൈൽഡ്ഹുഡില്. പിന്നെ എനിക്ക് അമ്മ എപ്പോഴും സപ്പോർട്ടീവ് ആയിരുന്നു. സപ്പോർട്ടീവ് എന്ന് വെച്ചാല് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നാൽ പറയുന്ന ഒരു സ്വഭാവം അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. പിന്നെ പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നെ. പപ്പ എപ്പോഴും മമ്മീനെ ബുള്ളിങ് ചെയ്തിരുന്നു ഒത്തിരി. ഈ ബുള്ളിങ് എന്ന് പറയുന്നത് വെർബലിയുള്ള ബുള്ളിങ് ആയിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പറയും, ഞാനൊരു പുരുഷനാണ്, എനിക്കിങ്ങനെ ആണും പെണ്ണും കെട്ട കുഞ്ഞൊന്നും ഉണ്ടാവില്ല, ഇത് നിനക്ക് മറ്റാരിൽ നിന്നുണ്ടായ കുഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ ബ്ലെയിം ചെയ്യും. അത് ചെയ്തത് കേൾക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ സകടകൾ അങ്ങോട്ട് പറയാറില്ല. മമ്മീനെ അതിനെ വിഷമിപ്പിക്കണതൊക്കെ ഒത്തിരി വിഷമായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും എൻ്റെ പെയിൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് എപ്പോഴും ഉള്ളിലൊതുക്കി ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. ബട്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒരു ഇതായി മാറി, ചേഞ്ച് ആയി കുറെയൊക്കെ. ഇപ്പൊ എങ്ങനെയാണ്? ഫാമിലി കുറച്ചുകൂടി അക്സെപ്റ്റഡ് ആണോ? ഇല്ല, ഇപ്പൊ എനിക്ക് അങ്ങനെ ഫാമിലി എന്ന് പറയാനായിട്ട് അവര് വലിയ ആളുകളൊന്നും ഇല്ല. മമ്മി മരിച്ചുപോയി, പപ്പയും മരിച്ചുപോയി. മമ്മി 2008ലാണ് മരിക്കുന്നത്. പപ്പയും 2015 സമയത്താണ് മരിക്കുന്നത്. പിന്നെ എനിക്ക് ബ്രദറുണ്ട്. ബ്രദറിന്റെ ഫോട്ടോസ് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ട് കാണാറുണ്ട് ഒരുമിച്ചുള്ള. അപ്പൊ അങ്ങനെ ആള് അവിടെയുണ്ട്, തൃശ്ശൂരുണ്ട്. പിന്നെ മമ്മീന്റെ മരണശേഷം ഞാൻ പാർട്ട്ണർ റിലേഷൻഷിപ്പിലായിരുന്നു. ഈ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും ശീതളിനെ അക്സെപ്റ്റ് ചെയ്യുന്നതോ ആ രീതിയിൽ ഒന്ന് ചേർത്ത് പിടിക്കുന്നതോ ഉണ്ടായിട്ടുണ്ടോ? പപ്പയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു 2015 സമയത്ത്. പപ്പനെ ഞാൻ കാണാൻ പോണെന്ന്, ഞാനപ്പോ റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പൊ എന്റെ എക്സ് പാർട്ട്ണറോട് ഞാൻ പറഞ്ഞു പപ്പനെ കാണാൻ പോണെന്ന്. അപ്പൊ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പപ്പ കിടക്കുന്നത്. പപ്പന്റെ കൂടെ പപ്പന്റെ മൂത്ത സഹോദരി ഉണ്ടായിരുന്നു. പപ്പനെ കാണാൻ ചെന്നപ്പോ ഞാൻ സാരി ഉടുത്തിട്ടാ പോയത്. അപ്പൊ പറഞ്ഞു, അത് ആദ്യമായിട്ടാണോ അങ്ങനെ പോകുന്നത്, പപ്പന്റെ മുന്നിൽ സാരി ഉടുത്ത്? ആയിരിക്കാം തോന്നുന്നു. അല്ല, ഞാൻ പ്രോഗ്രാമിനൊക്കെ സാരി ഉടുത്ത് കണ്ടിട്ടുണ്ടാവും.
പക്ഷെ നേരിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോ സാരി എടുത്തുണ്ട്, പക്ഷെ ഹോസ്പിറ്റൽ സ്പേസില് കുറെ നാൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പൊ എന്നെ കാണാൻ സാരി എടുത്തിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചെറുതായിട്ടൊക്കെ വഴക്ക് പറഞ്ഞു. പിന്നെ വേഷം എന്തായാലും എന്താ, ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അവിടുന്ന് ഒരു 1 വീക്ക് കഴിഞ്ഞു. പപ്പ ഹോസ്പിറ്റലാണ്, ഞാൻ വീട്ടിലാണ്, എൻ്റെ താമസ സ്ഥലത്താണ്. അങ്ങനെ പപ്പ എന്നോട് ഒരു ദിവസം മൂത്ത ആന്റിയുടെ ഫോണിൽ നിന്ന് എനിക്ക് കോള് വന്നു. പപ്പ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഓ റെഡി എന്ന് പറഞ്ഞു. പപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നോട് ചെയ്തതൊക്കെ എനിക്ക് വിഷമായിട്ട് ഇപ്പം തോന്നുന്നു, എനിക്ക് നിന്നോട് ക്ഷമ പറയണമെന്നുണ്ട്, എന്നെ കാണാൻ വരണം എന്ന് പറഞ്ഞു. ഓ പപ്പ ഞാൻ കാണാൻ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പോവാന്ന് വിചാരിച്ചു. ATM എന്തൊരു വിഷയം, ബാങ്കിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് പപ്പയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു. എൻ്റെ പപ്പേൻ്റെ ഏറ്റവും താഴെയുള്ള ആൻറ്റിയുടെ മകനായിരുന്നു. പപ്പ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മരിച്ചതിന് ശേഷം എനിക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ പപ്പ ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് നിന്നോട് സോറി പറയണം, ഞാൻ നിന്നെ. അതൊരു ഇൻസിഡൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആള് ആ അവസാന സമയത്തെങ്കിലും ഇങ്ങനെ പറയാൻ റിയലൈസ് ചെയ്തല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒത്തിരി കമ്മ്യൂണിറ്റീസിന്റെ ഫാമിലീസ് ഇപ്പോഴും അവരെ മനസ്സിലാക്കുകയോ അവരെ അടുത്തറിയുകയോ അവരെ സ്വന്തം മക്കളായിട്ട് പോലും പരിഗണിക്കത്തില്ല. കാരണം കേവലം ഒരു ഐഡന്റിറ്റി ആണ്, അല്ലാതെ അവര് തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യുന്ന ആളുകളെ അല്ല. പക്ഷെ അത് ഒട്ടും മനസ്സിലാക്കാത്ത ഒരു ഫാമിലി സിസ്റ്റമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് എന്നെ ഇപ്പോഴും വല്ലാതെ ഭയപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണത്. ഈ ശീതള് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഒരുപാട് പേര് പുറത്ത് വരണം എന്നുണ്ട്, കമ്മിങ് ഔട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇതുപോലെ തന്നെ സൊസൈറ്റീനെ, വീട്ടുകാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പേടിയോടെ വീട്ടിനുള്ളിൽ കഴിയുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? നമുക്ക് ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മുടെ സമൂഹത്തില്. എങ്ങനെയാണ് നമ്മുടെ കുടുംബ സംവിധാനങ്ങൾ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈവൻ സൊസൈറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിച്ചിരുന്നത്, അതിൻ്റെ പ്രകടനം, അതിൻ്റെ പരതയൊക്കെ വല്ലാതെ മാറിയിട്ടുണ്ട്. ആഫ്റ്റർ കോവിഡ് അത് ഒത്തിരി മാറിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് കുറച്ചെങ്കിലും ഇത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു നോളജ് സെൻസ് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു അർബനും റൂറലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഒരു ഇതുകൊണ്ട് അതിന് ഒത്തിരി കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ കാണുന്ന കാഴ്ചകള് സോഷ്യൽ മീഡിയ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സിനിമകള്, എഴുത്തുകള്, അല്ലെങ്കിൽ റിയാലിറ്റി ഷോസ് ഒക്കെ അങ്ങനെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങൾ, ജീവിത പരിസരങ്ങളൊക്കെ അതിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്.